കഥയെ ആരംഭിക്കുന്നത് ലോറൻ റെയ്നോൾഡ്സ് എന്നു പേരുള്ള ഒരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവരെന്ന് തന്റെ വീട്ടുജോലിക്കാരിയായ ട്രേസിയോട് സംസാരിക്കുകയായിരുന്നു. മക്കളായ ബ്രെൻഡനും ടൈലറും എന്തു ചെയ്യുന്നു എന്നവർ ചോദിച്ചു. ഇവിടെ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് എന്നായിരുന്നു അവർ മറുപടി പറഞ്ഞത്. പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല. ടൈലർ അടുക്കളയിൽ മുഴുവൻ ഓടി നടക്കുകയായിരുന്നു. മാത്രമല്ല ഒരു ടീഷർട്ട് കത്തിച്ച് അവൻ കളിക്കുന്നുമുണ്ട്. ബ്രെൻഡനാകട്ടെ കയ്യിലൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തു പിടിച്ചിരിക്കുകയാണ്. അവൻ അതുപയോഗിച്ച് ടൈലർ കത്തിച്ച തീയെടുത്തി. പിന്നാലെ ട്രേസിയുടെ മുഖത്തേക്കും അതിലെ ഫോം അടിച്ചു. ട്രേസി ആകെ ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ നിന്നുള്ള വൈറ്റ് ഫോമിൽ പൊതിഞ്ഞുപോയിരുന്നു. അത്രയ്ക്കും കുരുത്തക്കേടായിരുന്നു വീട്ടിലെ കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയമാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ലോറൻ ട്രേസിയെ കാര്യങ്ങൾ ഏൽപ്പിച്ച് തന്റെ ആദ്യത്തെ ബ്ലൈൻഡ് ഡേറ്റിന് പോയതാണ്. ഡിവോഴ്സിന് ശേഷം ആദ്യമായി ഒരു ബ്ലൈൻഡ് ഡേറ്റിന് ലോറൻ പുറപ്പെടുകയായിരുന്നു. പക്ഷേ ബ്ലൈൻഡ് ഡേറ്റിന് ക്ഷണിച്ച് ആ യുവാവാകട്ടെ അവളെ ഹൂട്ടേഴ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചതിൽ അവൾ ചെറിയ കലിപ്പിലുമായിരുന്നു. ബാറൊക്കെ അടക്കമുള്ള ഒരു റെസ്റ്റോറന്റ് ആണത്. താൻ വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തും എന്ന് ട്രേസി അറിയിച്ച് ബ്ലൈൻഡ് ഡേറ്റിന് ക്ഷണിക്കപ്പെട്ടയിടത്തേക്ക് ലോറൻ കടന്നു ചെല്ലുകയാണ്. ഇതേസമയം മറുവശത്ത് റെസ്റ്റോറന്റിൽ ലോറൻ കാണാൻ പോകുന്ന യുവാവ് ജിം ഫ്രീഡ്മാൻ ലോറനെ കാത്തിരിക്കുകയായിരുന്നു. ലോറൻ വരാൻ വൈകുന്ന കണ്ടതും അവിടെ ഇരുന്ന ലോറന്റെ ബിയർ കൂടി അവൻ എടുത്തു കുടിച്ചു. വൈകാതെ ലോറൻ ജിമ്മിന്റെ മുമ്പിലേക്ക് വന്നെത്തി. പക്ഷേ പ്രശ്നങ്ങൾ അവിടം കൊണ്ടും തീരുന്നുണ്ടായിരുന്നില്ല. ലോറൻ ജിമ്മിനോട് സംസാരിക്കുമ്പോ ജിമ്മിന്റെ ശ്രദ്ധ മുഴുവൻ അവിടുത്തെ ടിവിയിൽ നടന്നിരുന്ന ഗെയിം ഷോയിലായിരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ മാറിയപ്പോഴോ അവിടുത്തെ അപ്പീലിംഗ് ആയി നടക്കുന്ന വെയിട്രസിലേക്ക് അവന്റെ ശ്രദ്ധ മാറി. ലോറൻ ആകട്ടെ ജിം ഓർഡർ ചെയ്ത് കുറച്ച് ഭക്ഷണം എടുത്തു കഴിച്ചു. അതാണെങ്കിൽ അസാമാന്യ എരിവുള്ളതും. വല്ലാതെ പുകഞ്ഞവൾ തന്റെ ഡ്രിങ്ക് നോക്കുകയാണ്. അവളുടെ ഡ്രിങ്ക് എടുത്ത് ജിം അതിനോടകം കുടിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ഒക്കെ കൊണ്ടും ലോറന് ദേഷ്യം ഇരച്ചു വരുന്നുണ്ടായിരുന്നു. ലോറന്റെ ആ സമയത്തെ പ്രവൃത്തികളും കഴിച്ച ഭക്ഷണം തുപ്പിയതുമടക്കം വല്ലാത്ത വിചിത്രമായി തോന്നിയ ജിമ്മ് വളരെ നൈസായി അവളെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഡേറ്റ് അയാൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അടുത്ത ദിവസം ലോറൻ തന്റെ സുഹൃത്തിനൊപ്പം പുറത്തു വന്നിരിക്കുകയായിരുന്നു. തലേ ദിവസം ഡേറ്റിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി ലോറൻ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. കൂട്ടുകാരിയായ ജെന്നാകട്ടെ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ജെന്നിന് അവളുടെ കാമുകൻ ഡിക്കിൽ നിന്നൊരു കോൾ വരുന്നത്. ഡ്രസ് ഷോപ്പിലായിരുന്നു അവരിരുവരും ഉണ്ടായിരുന്നത്. ലോറൻ ആ സമയം അവൾക്കിഷ്ടപ്പെട്ട ഒരു ബ്ലാക്ക് ഡ്രസ് ട്രയൽ ചെയ്തു. അതിൽ അവളെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു. തന്റെ കഴിഞ്ഞ വിവാഹം സംരക്ഷിച്ചു നിർത്തുവാൻ തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ അവൾ കുറ്റബോധത്തോടെ കൂട്ടുകാരി തിരികെ വന്നപ്പോ പറയാൻ തുടങ്ങി. ഇതേസമയം മറുവശത്ത് ജിം തന്റെ ജോലി സ്ഥലത്തായിരുന്നു. ജെന്നിന്റെ കാമുകൻ ഡിക്സിന്റെ ബിസിനസ് സ്റ്റോറിലായിരുന്നു ജിം ജോലി നോക്കിക്കൊണ്ടിരുന്നത്. തന്റെ കൂട്ടുകാരൻ ഡെഫുമായി അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അയാൾ ഒരു സ്പോർട്സ് ഷോപ്പിലായിരുന്നു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. പിന്നാലെ ജിമ്മിന്റെ ഫാമിലി പശ്ചാത്തലം കുറച്ചുകൂടി വ്യക്തമാക്കപ്പെടുകയാണ്. ജിമ്മിന് 3 മക്കളുണ്ട്. മൂത്തയാൾ ESPN. ജിമ്മിന് ഏറെ ഇഷ്ടപ്പെട്ട ചാനലിന്റെ പേരായിരുന്നു ESPN കൊടുത്തിരുന്നത്. ESPN ആകട്ടെ വല്ലാത്ത വിചിത്രതയുള്ള ഒരു കുട്ടിയാണ്. മരണപ്പെട്ടു പോയ തന്റെ അമ്മയെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞവൻ എപ്പോഴും തനിയെ സംസാരിക്കാറുണ്ടായിരുന്നു. ലൂ എന്ന ചെറിയ കുട്ടിയും ഹിലറി എന്ന പേരുള്ള മറ്റൊരു പെൺകുട്ടിയും ജിമ്മിനുണ്ട്. ഈ കൂട്ടത്തിൽ ഹിലറി ഒരു ടോംബോയ്സ് ലുക്കുള്ള കുട്ടിയാണ്. ആണുങ്ങളെ പോലെയാണ് അവളുടെ നടത്തമൊക്കെ. എല്ലാവരും അവളൊരു ആൺകുട്ടിയാണ് എന്ന് അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കാറുമുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന ജിമ്മ് കൂട്ടുകാരൻ ഡെഫിനടുക്കൽ തന്റെ അവസ്ഥകളെപ്പറ്റിയും തലേ ദിവസത്തെ ബ്ലൈൻഡ് ഡേറ്റിലുണ്ടായ കാര്യങ്ങളെപ്പറ്റിയും വിശദമായി പറഞ്ഞു. അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞതും മറ്റൊരു സ്ത്രീയെ നോക്കുന്ന കാര്യമായിരുന്നു ഡെഫ് സജസ്റ്റ് ചെയ്തത്. അന്ന് വീട്ടിലേക്ക് തിരികെയെത്തിയ ജിം ആകട്ടെ മക്കളുടെ മുറിയിലേക്ക് കയറി ചെന്നു. ഹിലറിയുടെ വാതിൽ തുറന്നു കയറിയപ്പോഴോ തനിക്കൊരു ഗേളിഷ് ലുക്ക് കിട്ടാൻ വേണ്ടി മാറിടത്തിൽ സ്പോഞ്ചൊക്കെ വെക്കുന്ന തിരക്കിലായിരുന്നു അവൾ. അച്ഛനെ കണ്ടതും അവൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയി. അച്ഛനെ അവൾ തള്ളി പുറത്താക്കി. ESPNന്റെ അടുത്ത് ചെന്നപ്പോഴോ ESPNും അയാളോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. താനിപ്പോ അമ്മയോട് സംസാരിക്കുകയാണ് എന്നായിരുന്നു അവൾ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ജിം ലൂവിനടുത്തെത്തി. ലൂവാകട്ടെ മേത്ത് മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയായിരുന്നു. ലൂവിനൊപ്പം സന്തോഷത്തോടെ ജിം സമയം ചെലവിടാൻ തുടങ്ങി. മറുവശത്ത് ലോറനാകട്ടെ തന്റെ മകൻ ടൈലറെ ബേസ്ബോൾ മാച്ചിനായി കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അങ്ങോട്ടേക്ക് എത്തിച്ചേരാം എന്ന് പറഞ്ഞിരുന്ന മുൻ ഭർത്താവ് മാർക്ക് അങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. ലോറൻ വല്ലാതെ ഫ്രസ്ട്രേറ്റഡായി കാണപ്പെട്ടു. വൈകാതെ ലോറന്റെ അടുത്തേക്ക് ജെന്നും വന്നു ചേർന്നു. ജെൻ വലിയ സന്തോഷത്തിലായിരുന്നു. ലോറന്റെ കൂട്ടുകാരിയായ ജെൻ താനും ബോയ്ഫ്രണ്ടും ഒരു വെക്കേഷന് പോവാൻ പോവുകയാണ് എന്ന കാര്യം അവളോട് അറിയിച്ചു. ഇതേസമയം ബേസ്ബോൾ മാച്ചും നടക്കുകയാണ്. ടൈലറിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അതിൽ നിരാശ പൂണ്ട ടൈലർ വലിയ രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു.
അന്നത്തെ മാച്ച് കഴിഞ്ഞ് ടൈലറെ ഒരു തരത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ലോറൻ അവനെ കിടത്തി ഉറക്കി. പിന്നാലെ ബ്രെൻഡനെ നോക്കുവാൻ വേണ്ടി ബ്രെൻഡന്റെ മുറിയിലേക്ക് ലോറൻ കയറി ചെന്നു. കണ്ട കാഴ്ച അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. ബ്രെൻഡൻ ഉറങ്ങുകയാണ്. എന്നാലും അവിടെയുള്ള ഒരു ലേഡി മോഡലിന്റെ ചൂട് പിടിപ്പിക്കുന്ന ഫോട്ടോയിൽ അതിന്റെ തല ട്രേസിയുടേതായി മാറ്റിവെച്ചൊട്ടിക്കപ്പെട്ടിരിക്കുന്നു. ബ്രെൻഡൻ ട്രേസിയെ മോശമായ രീതിയിലാണ് കാണുന്നത് എന്ന ആ നിമിഷം ലോറൻ തിരിച്ചറിഞ്ഞു. അന്ന് വൈകുന്നേരത്തോടെ ജിം സൂപ്പർ മാർക്കറ്റിൽ പോയി. ഹിലറിക്ക് പാഡ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അവിടെ വെച്ച് വീണ്ടും ജിമ്മും ലോറനും കണ്ടുമുട്ടുകയാണ്. ലോറൻ അവിടുള്ള ഒരു മാഗസിനിൽ നിന്ന് ഹോട്ട് മോഡലിന്റെ ഒരു ചിത്രം കീറിയെടുത്തിരുന്നു. അത് തിരികെ വെക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു, ആ മാഗസിൻ എടുക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ജിം കടന്നു വന്നത്. അതോടെ ലോറൻ കുറച്ച് ഓക്വാർഡായി. എന്നിരുന്നാലും ജിം അവളെ സഹായിച്ചു. അതേസമയം കൃത്യമായ പാഡ് ഏതാണ് എന്ന് മനസ്സിലാവാതെ ബുദ്ധിമുട്ട് നിന്ന ജിമ്മിനെ ലോറനും സഹായിക്കുന്നുണ്ട്. ഒടുവിൽ പേ ചെയ്യാൻ അവർ ക്യാഷ്യറുടെ അടുത്തെത്തി. അവരവരെടുത്ത സാധനങ്ങൾക്ക് ഇരുവരും പേ ചെയ്തു. പക്ഷേ ഒന്ന് സംഭവിച്ചു. കാർഡുകൾ തിരികെ കൊടുക്കുമ്പോൾ ക്യാഷ്യറുടെ പക്കൽ നിന്ന് ഇരുവരുടെയും ക്രെഡിറ്റ് കാർഡുകൾ പരസ്പരം മാറിപ്പോയി. വീട്ടിലെത്തിയപ്പോഴായിരുന്നു ജിം കാര്യം തിരിച്ചറിഞ്ഞത്. അതോടെ അടുത്ത ദിവസം ലോറന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചു പിടിച്ച ജിം എത്തി. ലോറനും വാതിൽ തുറന്നു. അവർ സംസാരിച്ചു നിൽക്കെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ലോറന്റെ കൂട്ടുകാരി ജെൻ വരികയാണ്. താൻ തന്റെ ബോയ്ഫ്രണ്ട് ഡിക്കുമായി ബ്രേക്കപ്പായി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവളുടെ വരവ്. ഡിക്കിന് 5 മക്കളാണുള്ളതെന്നും ജീവിതകാലം മുഴുവൻ ആ കുട്ടികളെ നോക്കി ജീവിക്കാൻ തനിക്ക് പറ്റില്ല എന്നും ജെൻ പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ തങ്ങളുടെ വെക്കേഷൻ ട്രിപ്പും ക്യാൻസൽ ചെയ്തു എന്ന് ജെൻ വ്യക്തമാക്കി. ആ സമയത്ത് അവിടുണ്ടായിരുന്ന ജിമ്മിനൊരു കാര്യം മനസ്സിലായി. ജെൻ സൂചിപ്പിക്കുന്ന അവളുടെ ബോയ്ഫ്രണ്ട് തന്റെ ബോസായ ഡിക്കാണ്. ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. മക്കളുമായി വെക്കേഷന് പോയിട്ട് കുറെ നാളായി. ലോറൻ അതോടെ ജെന്നിനോട് താൻ ആ വെക്കേഷന് പൊക്കോട്ടെ, ആ അവസരം തനിക്ക് തരാമോ എന്ന് ചോദിച്ചു. പുറത്തേക്കിറങ്ങിയിരുന്ന ജിമ്മാകട്ടെ തന്റെ ബോസിനെ വിളിച്ച് അവരുടെ മുടങ്ങിപ്പോയ ആഫ്രിക്കൻ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞ് ആ അവസരം തനിക്ക് തരാമോ എന്ന് തിരക്കി. വെറുതെ ക്യാൻസലായി പോകുന്ന ടിക്കറ്റാണല്ലോ. മുതലാളിയായ ഡിക്കിന് അതിനെതിരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2 ഫാമിലീസും ട്രിപ്പിനായി ആഫ്രിക്കയിൽ എത്തിച്ചേരുകയാണ്. ജിമ്മും മക്കളും ലോറനും മക്കളും ആഫ്രിക്കയിൽ എത്തിച്ചേർന്ന് ഒരിടത്ത് നിൽക്കുമ്പോ ബ്രെൻഡൻ പെട്ടെന്ന് ജിമ്മിനെ കണ്ടു. ജിം തന്റെ അമ്മയെ പിന്തുടർന്നു വരികയാണോ എന്നൊരു തോന്നൽ ബ്രെൻഡൻ ഉണ്ടാവുകയാണ്. ലോറനെ അവിടെ വെച്ച് കണ്ടതും ജിമ്മിനും അത്ര വലിയ സന്തോഷമൊന്നും തോന്നിയിരുന്നില്ല. ടൂർ ഓപ്പറേറ്റർ മഫാന വിചാരിച്ചത് പാക്കേജിന് എത്തിയവർ കപ്പിൾസ് ആണെന്നായിരുന്നു. പക്ഷേ ജിം അല്ലെന്ന തരത്തിൽ സംസാരിച്ചു. കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് 2 2 മുറികൾ തരുവാൻ ജിം ആവശ്യപ്പെട്ടു. പക്ഷേ മൊത്തത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിരുന്നു. നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ആ പാക്കേജിലായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് സെപ്പറേറ്റ് മുറിയുണ്ട്. പക്ഷേ ജിമ്മിനും ലോറനും കിട്ടിയതാകട്ടെ നേരത്തെ ബുക്ക് ചെയ്യപ്പെട്ടിരുന്ന റൊമാൻറ്റിക് സ്യൂട്ട് റൂമും. അധികം വൈകാതെ ഡിന്നറിന് 2 ഫാമിലീസും എത്തുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴോ ഒഴിഞ്ഞ മറ്റ് ടേബിൾസ് ഒന്നുമില്ല. ഒടുവിൽ 2 ഫാമിലീസിനും ഒന്നിച്ചൊരു ടേബിളിൽ ഇരിക്കേണ്ട വന്നു. അവിടാണെങ്കിലോ എഡ്ഡി എന്ന് പേരുള്ള ഒരു വ്യക്തിയും അയാളുടെ ഗേൾഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. എഡ്ഡി അല്പം പ്രായമുള്ള വ്യക്തിയാണ്. ഗേൾഫ്രണ്ട് ആണെങ്കിൽ പ്രായം കുറഞ്ഞ സ്ത്രീയും. ജിഞ്ചർ എന്നായിരുന്നു എഡ്ഡിയുടെ ഗേൾഫ്രണ്ടിന്റെ പേര്. ജയ്ക്ക് എന്ന് പേരുള്ള ഒരു പയ്യനും അവിടെ ഉണ്ടായിരുന്നു. ജയ്ക്ക് എഡ്ഡിയുടെ മകനാണ്. ജയ്ക്കിനെ കണ്ടതും ജിമ്മിന്റെ മകൾ ഹിലരിക്ക് അവനോടൊരു താല്പര്യം തോന്നിയിരുന്നു. കൃത്യമായ പ്രണയ താല്പര്യം. അടുത്ത ദിവസം മറ്റൊരു പ്രശ്നം സംഭവിച്ചു. എല്ലാവരും ബാസ്കറ്റ്ബോൾ കളിക്കുകയായിരുന്നു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ജിമ്മ് ഹിലരിയുടെ കളി കണ്ട് ഹിലരിയെ മോശം രീതിയിൽ സംസാരിച്ചു. ജയ്ക്കിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വലിയ തോതിൽ കളിക്കാൻ ശ്രമിച്ചിരുന്ന ഹിലരിക്ക് അത് വലിയ അപമാനമായി പോയി. അവൾ പിണങ്ങി അവിടെ നിന്ന് പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് ആ വെക്കേഷൻ കാലയളവിൽ കുട്ടികൾ പരസ്പരം ഇടപഴകുകയും അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുകയും ചെയ്തു. പാരന്റ്സുമായും കുട്ടികൾ വലിയ തോതിൽ കുട്ടികൾ അടുക്കുവാൻ പല അവസരങ്ങളും വഴിവെക്കുന്നുമുണ്ട്. ലോറന്റെ മകൻ ടൈലറുമായി ജിം വേഗത്തിൽ സൗഹൃദത്തിലായി. ടൈലറെ ബേസ്ബോൾ കളിപ്പിക്കാൻ നല്ലൊരു ബേസ്ബോൾ പ്ലെയറിനെ കൊണ്ട് തന്നെ ബോൾ ചെയ്യിപ്പിച്ച് ജിം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ആദ്യത്തെ 2 ബോളുകൾ ടൈലർ മിസ് ചെയ്തിരുന്നു. അവൻ അപ്സെറ്റായി. പക്ഷേ ജിം അവന്റെ അടുത്ത് ചെന്ന് അവനെ മോട്ടിവേറ്റ് ചെയ്തു. നല്ല കോൺസെൻട്രേഷനോടെ കളിക്കാൻ പറഞ്ഞു. അടുത്ത ബോൾ അവൻ അടിച്ച് പറത്തുകയായിരുന്നു ചെയ്തത്. ലോറന്റെ മകൻ ബ്രാൻഡനുമായും ജിം ചങ്ങാത്തത്തിലായി. ബ്രാൻഡനെ ജിം ബോക്സിംഗ് പരിശീലിപ്പിച്ചു. മറുവശത്ത് ലോറൻ ആകട്ടെ ഹിലറിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജയ്ക്കിനോട് ഹിലറിക്ക് ഇഷ്ടമുണ്ട് എന്ന് ലോറൻ മനസ്സിലാക്കി. എന്താ നീ എപ്പോഴും ഇങ്ങനെ ആണുങ്ങളെ പോലെ വസ്ത്രം ധരിക്കുന്നത് എന്നായി ലോറന്റെ ചോദ്യം. ഹിലരി പറഞ്ഞു, ചെറുപ്പത്തിലെ അമ്മ മരിച്ചതാണ്. എങ്ങനെയാ മേക്കപ്പ് ചെയ്യേണ്ടത്, വസ്ത്രം ധരിക്കേണ്ടത് എന്നൊന്നും പറഞ്ഞു തരാൻ എനിക്ക് ആരുമുണ്ടായിരുന്നില്ല. പതിയെ പതിയെ ഞാൻ ഇങ്ങനായി പോയി. ജയ്ക്കിനെ പറ്റി ചോദിച്ചപ്പോ ജയ്ക്കിനോടുള്ള തന്റെ താല്പര്യത്തെപ്പറ്റിയും ഹിലറി ലോറനോട് പറഞ്ഞു. ഹിലറിയെ സഹായിക്കാൻ ലോറൻ തീരുമാനിച്ചിരുന്നു. ലോറൻ ഹിലറിയുമായി ഒരു സലൂണിലേക്ക് പോയി.
പൈസയൊക്കെ താൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു അവളെ ഒരു മേക്ക് ഓവറിന് തന്നെ വിധേയമാക്കി. അന്ന് രാത്രിയിൽ ഏവരും ഒന്നിച്ച് ഡിന്നറിനായി ഒത്തുകൂടിയിരുന്നു. ലോറൻ തന്റെ മകൾ ഹിലറിയെ കൺട്രോൾ ചെയ്യുന്നതിൽ ജിമ്മിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് രാത്രിയിൽ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞ ഹിലറി കടന്നു വന്നപ്പോ ജിം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. അതോടെ അയാളുടെ അഭിപ്രായം മാറി. അന്ന് ജെയ്ക്കിന്റെ ശ്രദ്ധ കൂടി പിടിച്ചുപറ്റാൻ ഹിലറിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അധികം വൈകാതെ അവരൊന്നിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അവർക്കിടയിൽ ഒരു അടുപ്പവും രൂപപ്പെട്ടു. അവർ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. മക്കളുമായുള്ള ചങ്ങാത്തവും അടുപ്പവും പതിയെയാണെങ്കിലും ലോറനെയും ജിമ്മിനെയും കൂടി അടുപ്പിക്കുന്നുണ്ടായിരുന്നു. വളരെ യാദൃച്ഛികമായി ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മസാജ് സെന്ററിൽ വെച്ച് അവരിരുവരും കണ്ടുമുട്ടി. കപ്പിൾസ് മസാജ് നടക്കുന്നിടമായിരുന്നു അത്. ലോറനും ജിമ്മുമായിരുന്നു ഒരു ടീമാക്കപ്പെട്ടത്. അവർ പരസ്പരം മസാജ് ചെയ്തു കൊടുത്തു. പരസ്പരമുള്ള കമ്പനി ഇരുവരും എൻജോയ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അവരിരുവരും അന്ന് മസാജ് സെന്ററിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ലൂ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ലൂ ലോറനടുത്ത് വന്ന് തന്നെ ബെഡിൽ കൊണ്ട് കിടത്താമോ എന്ന് ചോദിച്ചു. ലോറനും സന്തോഷത്തോടെ ലൂവിന്റെ ബെഡിൽ കൊണ്ട് കിടത്തിയപ്പോഴാകട്ടെ തനിക്ക് വേണ്ടി താരാട്ട് പാടിത്തരാമോ എന്നായി ലൂവിന്റെ ചോദ്യം. സംവേർ ഓവർ ദ റെയിൻബോ എന്ന താരാട്ടുപാട്ട് പോലത്തെ ഒരു കവിത ലോറൻ ലൂവിനായി ചൊല്ലിക്കൊടുക്കുകയാണ്. ഇതേസമയം അവിടുത്തെ ബങ്ക് ബെഡിൽ ESPNും ഹിലരിയും ഉണ്ടായിരുന്നു. അവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയ അവരുടെ അമ്മ അവർക്ക് പാടിക്കൊടുത്തിരുന്ന അതേ കവിതയായിരുന്നു ലോറനും അപ്പോൾ പാടിയിരുന്നത്. വല്ലാത്തൊരു കണക്ഷൻ ലോറനുമായി അവർക്ക് അനുഭവപ്പെടാൻ ആരംഭിച്ചു. കുട്ടികളൊക്കെ ഉറങ്ങിയപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കിസ്സസ് കൊടുത്ത് ലോറൻ തന്റെ മുറിയിലേക്ക് മടങ്ങി. അങ്ങനെ ആഫ്രിക്കയിലെ അവരുടെ അവസാനത്തെ ദിവസത്തിന്റെ രാത്രി എത്തി. അന്നത്തെ ഡിന്നറിലേക്ക് ജെൻ അവൾക്കായി വാങ്ങിക്കൊടുത്ത ജെന്നിന്റെ അഭിപ്രായത്തിൽ മോഷ്ടിച്ചു കൊടുത്ത് അവൾക്കേറെ ഇഷ്ടപ്പെട്ട വില കൂടിയ ഡ്രസ്സായിരുന്നു ലോറൻ ധരിച്ചിട്ടിറങ്ങി വന്നത്. ലോറനെ അത്രയും ഭംഗിയിൽ ആ ഒരു വേഷഭൂഷാദികളോടെ കണ്ടതും ജിം അടക്കം ഏവരും അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നിരുന്നു. ജിമ്മിന് അവളോട് വലിയ താല്പര്യം തന്നെ തോന്നി. കുട്ടികളൊക്കെ ഒന്നിച്ച് തമാശയൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് ഡിന്നർ കഴിക്കാൻ തുടങ്ങി. മറുവശത്ത് ജിമ്മും ലോറനുമാകട്ടെ കുറച്ചു മാറിയിരുന്നു. ഒരു റൊമാൻറ്റിക് ഡിന്നറിനുള്ള ശ്രമം അവരൊന്നിച്ച് ആരംഭിച്ചു. ജിമ്മിന്റെ സംസാരവും പ്രവൃത്തികളുമൊക്കെ ലോറനെ സന്തോഷപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവരന്ന് ഒരുപാട് സംസാരിച്ചു. പാരന്റിംഗ് എക്സ്പീരിയൻസുകളൊക്കെ പരസ്പരം ഷെയർ ചെയ്തു. ഒടുവിൽ ഒരു ചുംബനത്തിന്റെ വാക്കിലേക്ക് വരെ അവർ എത്തിച്ചേർന്നിരുന്നു. പരസ്പരം ചുംബിക്കാൻ ഇരുവരുടെയും മുഖം അടുത്തടുത്തു വന്നു. പക്ഷെ പെട്ടെന്ന് ജിം പിന്മാറുകയാണ്. ലോറൻ എന്തുപറ്റി എന്ന് ജിമ്മിനോട് ചോദിച്ചു. തനിക്ക് തന്റെ മരണപ്പെട്ട ഭാര്യയെയും മക്കളെയും ചതിക്കാൻ പറ്റില്ല എന്നായിരുന്നു ജിം പറഞ്ഞത്. നിർഭാഗ്യവശാൽ ജിമ്മിന്റെ ആ പറച്ചിലും മറ്റും ലോറൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നല്ല ആ നിമിഷം ജിം തന്നെ നശിപ്പിച്ചിരുന്നു. ലോറൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം എല്ലാവരും വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. ജിമ്മിനൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ദുഃഖവും കുറ്റബോധവും ലോറൻ ഉണ്ടായിരുന്നു. ലോറൻ അത് ജെന്നിനോടും പറഞ്ഞു. ആ സമയം ജെൻ ഒരു കാര്യം വ്യക്തമാക്കി. താൻ ഡിക്കിന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ തീരുമാനിച്ചെന്നും അയാളുടെ മക്കളെ മീറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുമുണ്ട് എന്നുമായിരുന്നു അവൾ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടിരുന്ന ലോറൻ ആകട്ടെ തലേന്ന് രാത്രിയിലെ റൊമാൻറ്റിക് ഡിന്നറിൽ വെച്ച് അവസാന നിമിഷത്തിൽ ചുംബിക്കാതെ ജിം പിന്മാറിയ കാര്യം ജെന്നിനെ അറിയിച്ചു. ജിം ഒരു മണ്ടനാണെന്നായിരുന്നു അവളുടെ മറുപടി. മറുവശത്ത് തന്റെ ജോലി സ്ഥലത്തായിരുന്ന ജിമ്മാകട്ടെ ലോറനെ പറ്റി തന്നെ ചിന്തിക്കുകയായിരുന്നു. ലോറൻ തന്റെ മനസ്സിലേക്ക് കടന്നുകൂടിയ വിവരം ജിം റിയലൈസ് ചെയ്തു. ലോറനെ തനിക്കിഷ്ടമായിരിക്കുന്നുവെന്ന്. അന്ന് വീട്ടിലെത്തിയ അയാൾ മക്കളോട് ആ കാര്യം പറഞ്ഞു. അത് കേട്ട് ESPNും ഹിലരിയും വല്ലാതെ ത്രിൽഡായിട്ടുണ്ടായിരുന്നു. അമ്മയുടെ മരണം അങ്ങനെ മറക്കുന്നൊരു പ്രായത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ലോറനെ അവർക്കിഷ്ടമായിരുന്നു. മക്കളുടെ അനുവാദവും സമ്മതവും കൂടി കിട്ടിയതോടെ ലോറനെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ച് ഒരു ബൊക്കെ വാങ്ങി അണിഞ്ഞൊരുങ്ങി ജിം ലോറന്റെ വീട്ടിലേക്ക് വെച്ചുപിടിച്ചു. അങ്ങനെ ലോറന്റെ വീട്ടിലേക്കും ജിം വന്നെത്തി. വാതിലിൽ മുട്ടി. വാതിൽ തുറന്നതാകട്ടെ ലോറന്റെ മുൻഭർത്താവ് മാർക്കായിരുന്നു. അന്ന് ലോറന്റെ വീട്ടിലേക്ക് മാർക്ക് എത്തിയതായിരുന്നു. ലോറൻ പുറത്തുപോയിരിക്കുകയാണ് എന്ന് മാർക്ക് അറിയിച്ചു. താനും ലോറനും വീണ്ടും ഒന്നിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് എന്നും മാർക്ക് പറയുന്നുണ്ടായിരുന്നു. ജിം കുറച്ച് നിരാശനായി. ആ സമയം അങ്ങോട്ടേക്ക് കടന്നുവന്ന ടൈലർ ജിമ്മിനെ കണ്ടതും ഒന്നിച്ച് ബേസ്ബോൾ കളിക്കാനുള്ള ആഗ്രഹം പങ്കുവെച്ചു. പക്ഷേ മാർക്ക് ടൈലറെ തടഞ്ഞു നിർത്തി. അതുകൂടിയായപ്പോ ദുഃഖത്തോടെ ജിം തിരികെ പോരുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ലോറൻ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവിടുണ്ടായിരുന്ന മാർക്ക് ലോറനെ വീണ്ടും കറക്കിയെടുത്ത് തന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി
ഒരു ശ്രമമൊക്കെ നടത്താൻ ആരംഭിച്ചു. പക്ഷേ ലോറൻ ചിരിക്കുക മാത്രമായിരുന്നു ചെയ്തത്. പിന്നാലെ ലോറൻ കാര്യങ്ങൾ മാർക്കുമായി സംസാരിച്ചു. അവരുടെ വിവാഹശേഷം പല സ്ത്രീകളുമായും മാർക്കിന് ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല അയാൾ ഒരിക്കലും നല്ലൊരു അച്ഛനുമായിരുന്നില്ല. മക്കളോട് നല്ല രീതിയിലായിരുന്നില്ല അയാൾ ഇടപഴകിയിരുന്നത്. മാർക്കിന്റെ ശ്രമങ്ങളെ ചവിട്ടി പുറത്താക്കിയ ലോറൻ തനിക്കിനി വീണ്ടും ഒരു റിലേഷൻഷിപ്പ് മാർക്കുമായി ഉണ്ടാക്കുവാൻ തീരെ താല്പര്യമില്ല എന്ന് തീർത്തു പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയോളം കടന്നുപോയി. ടൈലറിന് ഒരു ബേസ്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. ലോറനും ടൈലറും ബ്രെൻഡനും ജെന്നിന്റെ കാമുകൻ ഡിക്കും 5 മക്കളും ഒന്നിച്ച് ആ മാച്ചിന് എത്തിച്ചേർന്നിരുന്നു. അന്നും മാർക്ക് കളി കാണാൻ എത്തിയില്ല. ടൈലർ അതുകൊണ്ട് തന്നെ ദുഃഖിതനായി കാണപ്പെട്ടിരുന്നു. കളിയിൽ മികവ് തെളിയിക്കാൻ പറ്റില്ല എന്ന തരത്തിൽ ടൈലർ നിരാശനായി നിന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് ടൈലറുടെ കളി കാണാൻ ജിമ്മും കുടുംബവും കടന്നു വരുന്നത്. അവരെ കണ്ടതും അത്രനേരം സങ്കടത്തിലായിരുന്ന ടൈലർ അതോടെ സന്തോഷത്തിലേക്ക് ഉഷാറിലേക്ക് ഉണർന്നു വന്നു. ടൈലറിന് വേണ്ടി ചീർ ചെയ്ത ജിം അന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ അവൻ എങ്ങനെയാണോ അടിച്ചത് അതുപോലെ കളിക്കുവാൻ ആവശ്യപ്പെട്ടു. കോൺഫിഡൻസോടെ ടൈലർ എതിര് വന്ന ബോളിനെ എതിരിട്ടു. അന്ന് ടൈലർ മികച്ച പെർഫോമൻസ് ആയിരുന്നു നടത്തിയത്. ടൈലറിന്റെ പെർഫോമൻസിൽ ടീം കളി വിജയിച്ചു. എല്ലാവരും സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ഗെയിമൊക്കെ കഴിഞ്ഞപ്പോൾ ലോറന്റെ അടുത്തേക്ക് ജിം ചെന്നു. അവരിരുവരും അന്ന് സംസാരിച്ചു. ജിം ലോറനോട് തന്റെ ഫീലിംഗ്സ് തുറന്നു പറയുകയും അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. ലോറനും അതിൽ വലിയ സന്തോഷമായിരുന്നു. പ്രപ്പോസൽ ലോറൻ അക്സെപ്റ്റ് ചെയ്തു. അവരിരുവരും അവിടെ വെച്ച് തന്നെ ചുംബിക്കാൻ തുടങ്ങി. മക്കളേവരും അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു ഏറെ സന്തോഷത്തോടെ. ആ ദൃശ്യങ്ങളോടെ രസകരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.